ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വ്ളോഗ്. അപ്പോൾ ഇന്ന് ചെറിയൊരു ട്രിപ്പ് ഉണ്ട്. ഡ്രസ്സിങ് ഒക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ചെറിയൊരു ട്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ സമയം രാവിലെ 2:50 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വാച്ചൊരു സമയം നോക്കണം. ഓക്കെ, അപ്പോൾ ഫാമിലി ആയിട്ടാണ് പോകുന്നത്. ഫാമിലി മീൻസ് വേറെ ആൾക്കാരുണ്ട്. ടൂറിസ്റ്റ് ബസ്സിലാട്ടോ പോകുന്നത്. നമ്മളിന്ന് ഗോവയിൽ പോയത് ട്രെയിനിലായിരുന്നു. അപ്പോൾ ഇത് വൺ ഡേ ട്രിപ്പാണ്. ഇന്ന് രാവിലെ പോയിട്ട് ഇന്ന് നൈറ്റ് എത്തും. ഓക്കെ, അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി അമ്മയും ചേച്ചിയും വരണം. അച്ഛൻ വന്നു, ടൂർ കോർഡിനേറ്റർ. നമ്മളെ മറ്റേ വെറുതെ അകത്ത് കിടക്കുന്നുണ്ട് കണ്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്തായാലും ബസ് കൊടങ്ങാളെ വരും, അവിടെ പോകണം. അപ്പോൾ എന്തായാലും നമുക്ക് എത്തിയിട്ട് കാണാം ഗൈസ്. ഓക്കെ, അതല്ല, ബസ്സിൽ നമുക്ക് ഫുഡ് കയറണം. ഇന്ന് മോർണിംഗ് കഴിക്കേണ്ടതും നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കേണ്ട ഫുഡും നമ്മൾ ബസ്സിൽ കയറ്റിയേ പറ്റത്തുള്ളൂ. അത് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നതാണ്. നൈറ്റുള്ള ഫുഡ് അത് നമ്മൾ വാങ്ങും ഹോട്ടലിൽ നിന്നാണ്. അപ്പോൾ ആ ഒരു പരിപാടി ഉണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് എത്തിയിട്ട് കാണാം. ഓക്കെ ഗൈസ്, ഫൈനലി ബസ് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതാണ് ബസ്. ഹിസ്റ്ററി ഞാൻ കാണിച്ചു തരാം കേട്ടോ, ഒറ്റ മിനിറ്റ് ഗൈസ്. ഇതാണ് ബസ്. സെറ്റ് ലുക്കാട്ടാ, ആ പേര് ലൈറ്റൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഇനി നമ്മളെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കയറ്റണം. ബാക്കിൽ കയറ്റിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു ഫുഡ്. നമുക്ക് ബാക്കിലോട്ട് പോയി നോക്കാം. എന്തായാലും സെറ്റാട്ടോ, വണ്ടി എന്തായാലും സെറ്റാണ്. നമ്മളെ ബിജുണ്ണൻ്റെ വണ്ടി പവറാണ്. ഓക്കെ, ഫുഡ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഓ മൈ ഗോഡ്, നൈസ്. ഇതാണ് നമ്മുടെ ഈ വണ്ടിയുടെ ഡ്രൈവർ ബിജുണ്ണൻ. നമുക്ക് എത്തിയിട്ട് കാണാം. ഓക്കെ, അങ്ങനെ ഫൈനലി ഫുഡ് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബസ്സിൽ പോവും, അമ്മയും അച്ഛനും ചേച്ചിയും ഒക്കെ കാറിൽ വരും കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടുന്ന് ബസ്സിലാണ് ഗൈസ് പോകുന്നത്. ബസ്സിൽ അണ്ണാ പോവാം. അണ്ണൻ വന്നിട്ട് വൈമാണി അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. ഓക്കെ, ഇവിടെ ഒരൊറ്റ മനുഷ്യർ പോലും ഇല്ല. കാരണം എന്തുണ്ടാ വന്നില്ല. അപ്പോൾ നമ്മളെ ബിജുണ്ണനൊക്കെ പോയിട്ട് ചായ കുടിക്കാൻ പോകുന്നു. നമ്മുടെ ബസ് ഇവിടെ കിടന്നു. ഒരു മാസം എൻട്രി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് വോക്കലൊക്കെ ഇട്ട് വന്നിട്ട് ഇവിടെ ഒറ്റ ആൾക്കാരില്ലേ കാണാനായിട്ട്. എന്ത് ചെയ്യാൻ? ആപ്പാടെ കുറച്ച് വഴി പോണ അമ്മയും വഴി പോണ കുറച്ച് മാമന്മാരും പിന്നെ ഓട്ടോ ചേട്ടന്മാരും, ഇത്ര ആൾക്കാരുള്ളൂ. ഇത് എന്താണ് അല്ലേ? നമ്മളങ്ങനെ ബസ്സിൽ കയറി. പക്ഷേ ബസ് എടുത്തില്ല, ഇനിയും സമയമുണ്ട്. ഇനി ബസ് എടുക്കണമെങ്കിൽ അച്ഛൻ്റെ ഒരു മണിക്കൂറിൻ്റെ പ്രസംഗമുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് എടുക്കത്തുള്ളൂ. അപ്പം ഇദ്ദേഹത്തിന് എവിടെയെങ്കിലും കണ്ട് പരിചയമുണ്ടൊക്കെ അത് ഗോവയിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഈ ഇരിക്കുന്ന മഹാനായ വ്യക്തി. അപ്പം എന്തായാലും ബസ് എടുത്തിട്ട് കാണാം. ഓക്കെ, ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. സമയം ഏകദേശം 6 മണി കഴിഞ്ഞു, 6:45 കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ വണ്ടിയിൽ ചെറിയൊരു പണി കിട്ടി. ഡീസലിൻ്റെ എന്തോ ട്യൂബ് എന്തോ ലീക്ക്, അങ്ങനെ എന്താണ് സംഭവം. അപ്പോൾ അങ്ങനെ വണ്ടി പണി കിട്ടിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാവരും ചായ കുടിക്കാൻ കയറി. അപ്പോൾ എനിക്ക് നേരത്തെ വ്ളോഗൊന്നും എടുക്കാനില്ല, കാരണം വണ്ടി കയറി കഴിഞ്ഞ് എല്ലാവരും ഡാൻസൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോയി. അതുകൊണ്ട് നേരത്തെ എനിക്ക് വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയില്ല ഗേൾസ്. എന്തായാലും ഇനി ഇവിടെ നിന്ന് ഒരുപാട് ദൂരമുണ്ട് ഇടുക്കിയിലേക്ക്. കുറേ സമയം എടുക്കും. അത് കഴിഞ്ഞിട്ട് അവിടെ പോയിട്ട് വേണം ഫുഡ് കഴിക്കാൻ. അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും വണ്ടിയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ആൾ വന്നില്ല. ആൾ വന്നോണ്ട് അത് തീരും. അത് വോയിസ് എത്രമാത്രം കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല. സൗണ്ടൊക്കെ അടഞ്ഞ്, നേരത്തെ ഉണ്ടായിരുന്ന അത്ര സൗണ്ടൊന്നും ഇല്ല ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് കാണാം. ഓക്കെ, എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. ഓക്കെ, അങ്ങനെ ഫൈനലി നമ്മൾ സ്ഥലം എത്തിയിട്ടില്ല, നോക്കണ്ട. നമ്മളിപ്പോൾ ഒരു പെട്രോൾ പമ്പിൽ നടത്തിക്കുക കേട്ടോ. നമ്മളെ ബസ് പറയലുണ്ട്, ഫുഡ് കഴിക്കണമല്ലോ. അപ്പോൾ എന്തായാലും അങ്ങനെ അങ്ങ് ഇട്ടിക്കുകയാണ്. ഇയാൾ ഇപ്പോഴാണ് കാണാൻ കിട്ടിയത്. എൻ്റെ പൊന്നോ ബിസി. അപ്പോൾ എന്തായാലും ഫുഡ് ഇഡലി സാമ്പാറുമാണ്. ഭയങ്കര വലുതായിട്ടൊന്നും ഇല്ല ഗൈസ്, ഇഡലി സാമ്പാറും. എന്തായാലും
കഴിച്ചിട്ട് നോക്കണം എത്ര ദൂരം ഉണ്ടെന്നൊക്കെ. എന്തായാലും ഇടയ്ക്ക് വണ്ടിക്ക് പണി കിട്ടിയാണ് ഇത്രയും ലാഗായത്, അല്ലെങ്കിൽ കുറച്ചുകൊണ്ട് നേരത്തെ എത്തിയേനെ. അപ്പോൾ എന്തായാലും കഴിച്ചിട്ട് കാണാം ഗൈസ്. ഓക്കെ ഗൈസ്, അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇനി ഏകദേശം 70-80 കിലോമീറ്റർ അടുപ്പിച്ചുണ്ട് കേട്ടോ. ഫസ്റ്റ് ഏത് സ്ഥലത്താണ് പോണേന്ന് പറഞ്ഞില്ല. എന്തായാലും അത്യാവശ്യം കുറച്ച് ദൂരം കൂടെ ഉണ്ട് ഇനി. എന്താണ് ഓക്കെ. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഏത് സ്ഥലത്ത് പോകണമെന്ന് അറിയത്തില്ല, നോക്കണം. അത്രല്ല ഒട്ടും ഉറങ്ങിയിട്ടില്ല, വെളുപ്പിന് ഇറങ്ങിയതാണ്. അതാണ്. എങ്ങനെയുണ്ട് ട്രിപ്പ് ഇതുവരെ ഉള്ളത്? ഇതുവരെ കൊള്ളാം. ഇനി ബാക്കി നോക്കിയിട്ട് പറയാം. അപ്പോൾ എന്തായാലും കാണാൻ ഗൈസ്. ഇനി അങ്ങനെ പ്രത്യേകിച്ച് ഇടയ്ക്ക് കാണിക്കൊന്നും ഇല്ല, അതാണ് വേറൊരു കാര്യം. ഇനി ഫോണിലും ചാർജ് കുറവാണ്, അപ്പോൾ അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് എത്തിയിട്ട് കാണാൻ ഗൈസ്. ഓക്കെ. ഇത്രയും നേരം വണ്ടി കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് പോണ പരുന്തുപാറയാണ്. അപ്പോൾ ആ ഒരു സ്ഥലം പോലും എത്തിയില്ല, പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും കുറച്ച് ദൂരം കൂടെ എന്തോ ഉണ്ട്. വണ്ടി ഇരുന്ന് ബോറച്ച. അയ്യോ എന്തെങ്ങനെ എത്തിയിട്ട് കാണാം. അങ്ങനെ ഫൈനലി ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ പരുന്തുപാറയുടെ പ്രത്യേകത ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല, അറിയാലോ. എന്തൊന്ന് ചെറുവടിച്ച് പറക്കാനിരിക്കുന്ന പരുന്തിൻ്റെ ഒരു ആകൃതിയിലുള്ളൊരു പാറയാണ് സംഭവം. ടാഗോർ പാറ. എന്താണ് ടാഗോർ പാറ? പിന്നെ ടാഗോർ പാറയുണ്ട്. എവിടെയാണ്? അവിടെയാണ്. എന്തായാലും കുറച്ച് താഴോട്ട് ഇറങ്ങണം. അപ്പോൾ എന്തായാലും അങ്ങോട്ടുള്ള വീഡിയോസ് കാണിച്ചു തരാം. നമ്മളോടൊന്ന ടീമൊക്കെ നേരത്തെ അങ്ങ് കയറിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പതുക്കെ അങ്ങ് ഇറങ്ങുക. അപ്പോൾ നമ്മളെടുക്കുന്ന ഫോട്ടോസൊക്കെ കാണണമെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ കയറിയാൽ മതി. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഓക്കെ, എൻ്റെ അക്കൗണ്ട് കൊടുത്തു. ഓക്കെ, ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് കൂടെ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. ഇനി സങ്കടം വേണ്ട, ഇതുവഴി ഞാൻ കയറിയ പോലെ വാ തന്നെ. താങ്ക് യു. അപ്പോൾ എന്തായാലും അങ്ങോട്ട് എത്തിയിട്ട് കാണാം ഗൈസ്. ഓക്കെ, ഇതാണ് വൈബ്. ആ കാണുന്ന പാറയാണ് പരുന്തുപാറ. അപ്പോൾ നമ്മളിനി അങ്ങോട്ട് പോകണമെങ്കിൽ ഈ വഴി നടക്കണം. ഈ വഴി നടന്ന് വേണം നമ്മൾ അങ്ങോട്ട് പോകാനായിട്ട്. നല്ല അടിപൊളി ക്ലൈമറ്റാണ്. വെയിലുണ്ട്, പക്ഷേ ചൂടറിയത്തില്ല, കാരണം നല്ല തണുപ്പുണ്ട്. ഓക്കെ, എന്തായാലും എല്ലാവരും ഇവിടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. താഴോട്ട് പോകുമെന്ന് അറിയത്തില്ല, പോവുകയാണെങ്കിൽ അതിൻ്റെ വിഷ്വൽസ് നമ്മൾ കാണിക്കുന്നതായിരിക്കും സുഹൃത്തുക്കളെ. എന്തായാലും അടിപൊളിയാണ്. സൂപ്പർ. എങ്ങനെയുണ്ട് പറ? സൂപ്പറാണോ? ഇത് നോക്കണ്ട ഒരിക്കലും. അപ്പോൾ ഗൈസ് അങ്ങോട്ട് പോകണമെങ്കിൽ അതിൻ്റെ കാണിക്കാം, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, ഏകദേശം കുറച്ച് ദൂരമൊക്കെ പോയിട്ട് അവിടെ തിരിച്ചു കയറും. ഇവിടെയൊക്കെ നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല സ്ഥലങ്ങളാണ് ഗൈസ്. വൈബ് നൈസാണ്. അത്ര എൻ്റെ പൊന്നോ, ഇനി താഴോട്ട് ഇറങ്ങണം. അതുവരെ സ്റ്റെപ്പുണ്ട്, അത് കഴിഞ്ഞാലാണ്. അതാണ് അല്ല, ഇതുവരെ സ്റ്റെപ്പുണ്ട്, അത് കഴിഞ്ഞാലാണ് വിഷയം. ഓഫ് റോഡിങ് ട്രക്കിംഗ് ആണ് ഗൈസ്. നോക്കട്ടെ, എന്തായാലും അങ്ങോട്ട് ഇറങ്ങാം. സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ തലയും കുത്തനെ തറയെ കിടക്കും. ഓക്കെ, അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് നടക്കണം, ഇല്ലെങ്കിൽ പണി എപ്പോൾ കിട്ടിയെന്ന് നോക്കിയാൽ അതാണ്. പണി എപ്പോൾ കിട്ടിയെന്ന് നോക്കിയാൽ മതി. എങ്ങനെയുണ്ട് ഈ സ്ഥലം? പറയൂ എങ്ങനെയുണ്ട് ഈ സ്ഥലം? അയ്യോ, എത്തിയിട്ട് കുറച്ച് നേരം, എന്നിട്ട് എത്തിയതേ ഉള്ളൂ എന്ന്. എന്തായാലും ഇത് അങ്ങോട്ടുണ്ട്, അങ്ങോട്ടൊക്കെ നമുക്ക് പോവാം. ഇനി എന്തായാലും ഫോണും പിടിച്ച് ഞാൻ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എവിടെയും തലയും കുത്തനെ തറ കിടക്കും. അതുകൊണ്ട് തന്നെ തൽക്കാലം ഞാൻ ഇറങ്ങുന്നതുകൊണ്ട് വ്ളോഗ് എടുക്കുന്നില്ല ഗൈസ്. ഓക്കെ, ഇതാ ഡാൻസ് കളിക്കുന്നു. ഓക്കെ ഗൈസ്, എന്തായാലും ഇറങ്ങുന്നതുകൊണ്ട് ഞാൻ വ്ളോഗ് എടുക്കുന്നില്ല. അങ്ങ് എത്തിയിട്ട് കാണാം. നമ്മൾ താഴെ അങ്ങ് ഇറങ്ങിയില്ല, അതിനങ്ങ് പോകണം. ആ ഒരു സ്ഥലത്ത് പോകണം. ഇവിടെ വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ആ സ്ഥലത്ത് കാണാം. ഇവിടെ ഉണ്ട്.
ഇതൊന്നും അതിൻ്റെ ബാക്കിയാണെന്ന് തോന്നുന്നു. എന്തായാലും നല്ല അടിപൊളിയാണ് ഗൈസ്. ഇനി ഇതെല്ലാം തിരിച്ച് കയറണം, അതാണ് ചടങ്ങ്. ഇറങ്ങുമ്പോൾ ചാടിച്ചാടിയാലും നമ്മളിങ്ങനെ ഇറങ്ങും, പക്ഷെ തിരിച്ച് കയറണമാണ് സീൻ. അല്ലേ പൊന്നു? എങ്ങനെയുണ്ട്? വെയിലല്ലേ? വെയിലത്ത് നല്ല കിടിലം തൊപ്പിയൊക്കെ വെച്ച് വന്നിരിക്കുന്ന ആളാണ്. പക്ഷേ ഇതുവരെ ഉണ്ടായിരുന്ന വെയിലൊക്കെ സഹിക്കായിരുന്നല്ലേ മുകളിൽ, പക്ഷേ ഇങ്ങോട്ട് പറ്റത്തില്ല. അല്ല, മുകളിൽ വെയിൽ അത്ര ഇല്ലായിരുന്നു, ഇങ്ങോട്ട് ഇറങ്ങിയപ്പം വെയിൽ. അയ്യോ. അങ്ങനെ ഫൈനലി ഇവിടുത്തെ സംഭവം കഴിഞ്ഞു. ഇനി ഇതെല്ലാം അങ്ങ് മുകളിലോട്ട് കയറണം. ഇതേ കണ്ടല്ലേ? ഓക്കെ ഗൈസ്, ഓക്കെ ഗൈസ്, അപ്പോ ഇനി ഇതെന്തായാലും മണ്ടയ്ക്കോട്ട് കയറണം. കയറിയിട്ട് കാണാം. ചത്ത് ഞാൻ അപ്പോഴേ വിചാരിച്ചാണ് ഇറങ്ങിയപ്പോഴേ കയറാൻ കുറച്ച് പാടുപെടുമെന്ന്. ഇപ്പം നല്ല വെയിലാണ്, നല്ല പാടുമുണ്ട് കയറാൻ. എക്സ്പീരിയൻസ് പറയുന്ന ഒരാളുണ്ടായിരുന്നു, അവസാനം പറയാന്നൊക്കെ പറഞ്ഞേ. പറ. കൊള്ളാം, നല്ലൊരു എക്സ്പീരിയൻസ്. ഇനി അടുത്ത് ഏത് സ്ഥലത്താണ് പോകുന്നതെന്ന് പറഞ്ഞില്ല, അത് ഞാൻ വഴിയെ പറയാം. അപ്പോൾ ഈ സ്പോട്ടിലെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം. എന്തായാലും ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകണം. എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. ഓക്കെ. ഫൈനലി ഇപ്പോൾ സമയം എത്ര? 2:20 ഗൈസ്. അപ്പോൾ ഫുഡ് ഇപ്പോഴാണ് കഴിച്ച് കഴിഞ്ഞത്. നേരത്തെ എനിക്ക് വ്ളോഗ് എടുക്കാൻ പറ്റില്ല, കാരണം നമ്മൾ വണ്ടിയിൽ കിടന്ന് നല്ല ഉറക്കമായിരുന്നു. കാരണം വേറെ പരിപാടി ഒന്നും നല്ല ഉറക്കമായിരുന്നു. ഉറങ്ങി എണീപ്പിച്ച് ഓടാൻ ഫുഡ് തന്നു, വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന വാഗമണ്ണിലെ അഡ്വഞ്ചർ പാർക്കിലാണ്. അപ്പോൾ പാർക്കിലോട്ട് ഇനി പോകണം. അപ്പോൾ പോയിട്ട് കാണാം. ദേ ഇവിടെ പാരച്യൂട്ടിൻ്റെ ഇങ്ങനെ പറക്കുകയാണ് ഗൈസ് ആൾക്കാർ. അപ്പോൾ അഡ്വഞ്ചർ പാർക്കായതുകൊണ്ട് അഡ്വഞ്ചറായിട്ടുള്ള ഗെയിംസൊക്കെ ഇവിടെ ഉണ്ട് ഗൈസ്. ഒരു കിടിലൻ വണ്ടിയാണ് ഗുർഖ. പൊട്ട വെയിലത്താണ് വന്ന് നിൽക്കുന്നത്. പുല്ല് വരണ്ടായിരുന്നു ഇവിടെ, അങ്ങനെ കാണാൻ എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയത്തില്ല. എൻ്റെ പൊന്നോ, ഭയങ്കര വെയിലല്ലേ, നല്ല കിടിലൻ വെയിലാട്ടെ. ഓ നോക്കട്ടെ, അങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാണിക്കാം ഗൈസ്, ഇല്ലാതെ ബെസ്റ്റ്. അപ്പോൾ ഓക്കെ. ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് കൂടെ ഉണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഞാൻ ഇവിടെ മുമ്പ് വന്നപ്പോൾ അതിൻ്റെ അവിടെ കയറിയിട്ടാണ് കണ്ടത്. അടിപൊളിയാണ്. അന്ന് കോടയൊക്കെ ഉണ്ട്. ഇന്ന് കൊട്ട വെയിൽ, നോക്കിയിട്ട് കാര്യമില്ല. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും കാണാനില്ലാത്തതിനാൽ തന്നെ നമ്മൾ തിരികെ നടക്കുകയാണ്. കാണാൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ മുടിഞ്ഞ വെയിലാണ്, മാത്രമല്ല കഴിച്ചതിൻ്റെ ക്ഷീണം രണ്ടും കൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റാത്തതിനാൽ നമ്മൾ തിരിച്ച് മടങ്ങുന്നു. അയ്യോ, ഇനി ബസ്സിൽ പോയിരിക്കണം. ഇനി അടുത്തിനി എവിടെയാണ് പോകണമെന്ന് അറിയത്തില്ല, പറയാം വഴിയെ. ഓക്കെ, അങ്ങനെ നമ്മൾ പൈൻ ഫോറസ്റ്റിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. എന്ത് ഒപ്പോ ഐസ്, ഒരു മുതുക്ക് പശു പോയി. അപ്പോൾ പൈൻ ഫോറസ്റ്റിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. അവിടെ ബസ് ഇടിക്കൂടെ ഇങ്ങോട്ടോ. അപ്പോൾ നമ്മളെന്തായാലും പൈൻ ഫോറസ്റ്റിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടെ എത്തിയിട്ട് കാണിക്കാം. ഓക്കെ. അങ്ങനെ ഫൈനലി അതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. നമ്മളെ കൂടെ ഉള്ളവരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കിടിലാണ് ഗൈസ്, ഫുള്ള് പൈൻ മരങ്ങൾക്കിടയിൽ. നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യം എടുക്കുന്നത്. ഇതുവരെ ഒരു ഫോട്ടോ പോലും എടുത്തില്ല. ഫുള്ള് വ്ളോഗൊന്നും പറഞ്ഞ് നടന്നു. പിന്നെ ഫുള്ള് ശോകമായിരുന്നു. വേറെ ആരും ഇത് കൊള്ളാമോ? അയ്യോ,
കണ്ടല്ലോ, നമ്മൾ മുകളിലോട്ടൊക്കെ പോവും. ഇത് പക്ഷെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന സമയത്ത് അത്യാവശ്യം നല്ല ചൂടായിരുന്നു അല്ലേ. ഇങ്ങോട്ട് കയറി കഴിഞ്ഞ ശേഷം നല്ല തണുപ്പാണ്, അത്യാവശ്യം നല്ല രീതിയിലുള്ള തണുപ്പുണ്ട്. നമ്മളങ്ങ് താഴെ നിന്നതാണ്, ഇനി മുകളിൽ കയറിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ നോക്കാൻ അടിപൊളിയാണ് ഗൈസ്, മാത്രമല്ല നല്ല തണുപ്പുണ്ട്. അങ്ങോട്ട് പോയാൽ കുറ്റിക്കാട്, താഴോട്ട് പോയാൽ പൈൻ ഫോറസ്റ്റ്, ഏകദേശം കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. ഇവിടെ ടിക്കറ്റ് ഉണ്ട്, ഒരാൾക്ക് 10 രൂപയാണ് ഗൈസ്. അങ്ങനെ ഫൈനലി ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ്. നമ്മുടെ തളപതി പോകുന്നു. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്യാമറ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വരട്ടെ. ഓക്കെ, അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ താഴോട്ട് പോവുകയാണ്. എന്തായാലും നല്ല വൈബാണ്. ഇപ്പോൾ അതേ കണ്ട, വെയിലൊക്കെ വന്നിട്ട് അടിപൊളിയായിട്ടുണ്ട്. നൈസ് ഗൈസ്. ഇനി ഇവിടെ നിന്ന് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോകത്തുള്ളൂ. എന്തായാലും കുറച്ച് സമയം എടുക്കും. എങ്ങനെയുണ്ട് സ്ഥലം? പൊളിയല്ലേ? തണുപ്പുണ്ട്. നൈസ്. എന്തായാലും അടിപൊളി സ്ഥലമാണ് ഗൈസ്. പൈൻ ഫോറസ്റ്റ് കൊള്ളാം. ഇന്ന് പോയതിൽ വെച്ച് അത്യാവശ്യം കൊള്ളാന്നുള്ള ഇതാണല്ലേ. പരുന്തുപാറയും കൊള്ളായിരുന്നു. വെയിലാണ് മെയിൻ. തണുപ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു. പക്ഷെ വെയിൽ വരുമ്പോൾ ബോറാവും. കാരണം ഇടുക്കിയെന്ന് പറയുമ്പോൾ നമ്മുടെ എക്സ്പെക്റ്റേഷനെ അതങ്ങനെയാണല്ലോ, നല്ല മഞ്ഞൊക്കെ മൂടി നല്ല വൈബായിട്ട് കിടക്കുക എന്നുള്ളത്. അപ്പോൾ ഇനി എന്തായാലും ഇവിടുത്തെ വീഡിയോസ് ഇനി എന്തായാലും ഞാൻ എടുക്കുന്നില്ല. ഇനി അടുത്ത ഡെസ്റ്റിനേഷനിൽ പോയിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി എന്തായാലും അടുത്ത് എങ്ങോട്ടാണെന്ന് എനിക്ക് അറിയത്തില്ല, ചോദിക്കണം. അപ്പോൾ ഇനി എന്തായാലും ഇനിയും 2 സ്ഥലം കൊണ്ടുകൂടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരിക്കുന്നത് ഇവിടെ നിന്ന്. എന്തായാലും അവിടെ എത്തിയിട്ടാണ് ഗൈസ്. ഓക്കെ, നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്, മൊട്ടക്കുന്നുകളിലേക്ക്. ഓക്കെ, അപ്പോൾ ഇന്ന് നല്ല തിരക്കാട്ടോ. സീസണായി വരുന്നു എന്ന് തോന്നുന്നു. അതിൻ്റെ ഇതാണ് സംഭവം. എന്തായാലും അപ്പോൾ ഇനി കുറച്ച് നടക്കാനുണ്ട്. വണ്ടി ഇങ്ങനെ ഇട്ടത്, അപ്പോൾ ഇനി എന്തായാലും കുറച്ച് ദൂരം നടക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി എന്തായാലും നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ഇതും കൂടെ എടുത്തിട്ട് നമ്മുടെ വ്ളോഗും കാര്യങ്ങളൊക്കെ എൻഡിങ് ആയിരിക്കും ഇന്ന്. ഓക്കെ, അപ്പോൾ എന്തായാലും കുറച്ചധികം നടക്കാനുണ്ട്. അവിടെ എത്തിയിട്ട് കാണാം. ടിക്കറ്റ് വില വന്നിട്ട് ഒരാൾക്ക് 25 രൂപ കേട്ടോ. എന്തായാലും കുറച്ചൊക്കെ കാണാനുണ്ട്. എന്തായാലും ഞാൻ കാണിച്ചു തരാം. അത്യാവശ്യം നല്ല വെയിലും ഇപ്പോൾ നല്ല ടൈമിങ് കേട്ടോ. ഫോട്ടോ എടുക്കാൻ പറ്റിയ സമയമാണ്. നമ്മൾ വന്ന് കയറിയ സമയം കൊള്ളാം. അത്യാവശ്യം നല്ല തിരക്കുമുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ കാണിച്ചു തരാം. ആണ് ഇവിടുത്തെ കാഴ്ച. അടിപൊളിയാണ് മക്കളെ, സെറ്റാണ്. വല്ലപ്പോഴൊക്കെ ഇങ്ങോട്ടൊക്കെ ഒന്ന് വരണം. വീഡിയോയിൽ എത്ര നന്നായിട്ട് കാണാൻ പറ്റുന്നില്ല. ഈ സ്ഥലം അടിപൊളിയാണ്. അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. തളപതി എങ്ങനെയുണ്ട്? ഇത് കൊള്ളാമല്ല? ഈ സ്ഥലവും കൊള്ളാം. നമ്മൾ പിന്നെ വന്ന പൈൻ ഫോറസ്റ്റ് അല്ലേ, പൈൻ ഫോറസ്റ്റും കൊള്ളാം. ബാക്കിയൊക്കെ ഭയങ്കര വെയിലായിരുന്നു. ഇതൊക്കെ സഹിക്കാവുന്ന ഒരിതേ ഉള്ളൂ. മാത്രമല്ല ഫോട്ടോയ്ക്കൊക്കെ കിട്ടില്ലാണ് ഈ സ്ഥലം. എന്തായാലും നമ്മളെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ അടിപൊളിയായി. നമ്മളെ ടീമൊക്കെ വരുന്നേ ഉള്ളൂ അങ്ങനെ. എന്തായാലും അടിപൊളി സ്ഥലമാണ്. ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ കാണുമെന്നില്ലെന്നാണ് തോന്നുന്നത്. പക്ഷെ ഒരുപാട് നടന്ന് ഒന്ന് പറഞ്ഞോട്ടെ. അതിൻ്റെ ഇടയിൽ തഗ്. അതായത് ഇവിടെ ഒരുപാട് ഇങ്ങനെ നടന്ന് ഇങ്ങനെ ഫോട്ടോയൊക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കാം, അത്രേ ഉള്ളൂ. പ്രത്യേകിച്ചൊന്നുമില്ല. എന്തായാലും അടിപൊളിയാണ് ഗൈസ്. ബാക്കിൽ ഇപ്പം സത്യം പറഞ്ഞാൽ ഫോട്ടോ എടുക്കാൻ പറ്റിയ റൈറ്റ് ടൈമാണ്. അതാണിങ്ങനെ. അയ്യോ, എന്തായാലും അടിപൊളിയാണ് ഗൈസ്. പിന്നെ ഒരുപാട് നടക്കാനുണ്ട്. നമ്മളിപ്പോൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല, വേറെ കാര്യം. ഓക്കെ, ഇവിടെ അടുത്ത് ഹൃദയ തടാകം എന്ന് പറഞ്ഞിട്ടൊരു തടാകം കൂടെ ഉണ്ട്. അപ്പോൾ എന്തുവേണ അയ്യോ വേണ്ട. അപ്പോൾ ആ തടാകത്തിലോട്ടാണ് അടുത്ത് പോകുന്നത്. ഞാൻ വെച്ച് ഇവിടെ അങ്ങനെ ഒന്നും ഇല്ലെന്ന്, പക്ഷേ അതുണ്ട് കേട്ടോ. സാറേ നിൽക്ക്, എങ്ങനെയുണ്ട് നമ്മളെ ടൂറൊക്കെ? സൂപ്പർ. ഒറ്റ വാക്കിൽ അടിപൊളി എന്ന് പറഞ്ഞാൽ ഇതിൽ പരം ഒരു അടിപൊളി വേറെ ഒന്നും തന്നെ ഇല്ല ഗൈസ്. അത് നമ്മൾ ഒന്ന് അനുഭവിച്ചറിയേണ്ട ഒന്ന് തന്നെയാണ്. പറ്റുമെങ്കിൽ നിങ്ങളും വന്ന് എന്ത് ചെയ്യുക, എൻജോയ് ചെയ്യുക. ഇതുപോലെ
ഉള്ള ബ്രേക്കിംഗ് സമയങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ അവധികൾ കിട്ടുന്ന സമയങ്ങളിൽ നിങ്ങൾ വന്ന് ഇതുപോലെ എന്ത് ചെയ്യുക, എൻജോയ് ചെയ്യുക. വളരെ വളരെ കാണാൻ മനോഹാരിതയുള്ളൊരു പ്രകൃതി ഭംഗി നിറഞ്ഞ സ്ഥലങ്ങളാണ് ഇന്ന് സന്ദർശിച്ചത്. അപ്പം നിങ്ങളും വന്ന് പ്രതീക്ഷിച്ചില്ല ഇത്ര ഒന്നും. അങ്ങ് പൊക്കി വിട്ട് കളഞ്ഞാറില്ലേ. എല്ലാവരും നമ്മളിങ്ങനെ ഓരോ സ്ഥലത്തും ഇങ്ങനെ കുറേ കുന്നുണ്ട്. ഓരോ കുന്നും കയറി ഇറങ്ങി വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വൈബാണ്. കണ്ടാ സെറ്റാണ്. പ്രത്യേകിച്ച് ഈ ഭാഗമൊക്കെ കിടിലമാണ് ഗൈസ്. ഇത് ക്യാമറയിൽ എത്ര അടിപൊളിയായിട്ട് കാണണമെന്ന് അറിയത്തില്ല, പക്ഷേ നമ്മൾ നേരിട്ട് കാണുമ്പോൾ സൂപ്പറാണ്. അപ്പോൾ ഇവിടെ ഒരു തടാകം ഉണ്ടെന്ന് പറഞ്ഞാണ് വന്നത്. അതെ, അവിടെ ഉണ്ട് കേട്ടോ തടാകം. കാണിച്ചു തരാം. തടാകം തള്ളപ്പത്തിയേ ഹൃദയ തടാകം ഉറ ഗൈസ്. ഹൃദയത്തിൻ്റെ ഷേപ്പിലുള്ള തടാകം എന്നൊക്കെ പറയുമെങ്കിലും ഹൃദയത്തിൻ്റെ ഷേപ്പൊന്നും ഇല്ല, തടാകമുണ്ട് തന്നെ. അതിന് ഡ്രോൺ വെച്ച് നോക്കേണ്ടി വരും. എൻ്റെ പൊന്നു ഗൈസ്, നല്ല തിരക്കുണ്ട് കേട്ടോ. ഇതാണ് ഹൃദയ തടാകം ഗൈസ്. ഫൈനലി നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ആൾ നോട്ടിഫിക്കേഷൻ കൂടെ എന്നെ ഇവിടെ ഇടാം. എന്നാൽ മാത്രം ഞാനിന്ന് വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് താഴെ ഇടുക. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു ട്രിപ്പ്? പൊളിയല്ലേ? കൊള്ളായിരുന്നോ? അതില്ല, നമ്മൾ ഡേ ആണെങ്കിൽ പൊളിച്ചു. അപ്പോൾ ഇനി എന്തായാലും ബസ്സിൽ കയറിയിട്ട് കുറച്ച് ഡാൻസും പരിപാടികളും പിന്നെ ഫുഡ് അടിക്കണം, നേരെ വീട്ടിലോട്ട്. വേറെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ എന്തായാലും അതൊന്നും ഞാൻ തൽക്കാലം വീഡിയോ ഒന്നും എടുക്കുന്നില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.